സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ഇത് വിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. ഓ എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ആരെ നിങ്ങൾ സ്നേഹിച്ചാലും ആ സ്നേഹിക്കപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഏതു സമയത്താ നിങ്ങൾക്ക് തിരിച്ചൊരു നന്മ കിട്ടേണ്ടത്. ഒരാളും സഹായിക്കാനില്ലാതെ വലിയ ബേജാറിൽ കഴിയുമ്പോ അവിടെ സഹായിക്കാൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വരികയാണോ? എന്നാൽ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടമല്ലേ? അതിന് പറ്റിയ ഒരേ ഒരു നേതാവേ ഉള്ളൂ, അതാണ് ലോക നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ ദുനിയാവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ ആ ഹബീബ് സലാമത്താ. ഈ ദുനിയാവില് മാത്രമാണോ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്ക് അങ്ങ് ലയിച്ചാൽ ഈ ദുനിയാവിലെ വിഷമഘട്ടത്തിൽ സലാമത്ത് കിട്ടുന്നു എന്ന് മാത്രമല്ല, ഞാനും നിങ്ങളും മരിക്കാനുള്ളവരാ. എവിടെയാ, എപ്പോഴാ, ഏതു രൂപത്തിലാ, എങ്ങനെയാ ഒന്നും നമുക്കറിയൂല. അല്ലാഹുവേ, മരണം ഖൈറുള്ള സമയത്ത് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരിച്ചാൽ എന്നെയും നിങ്ങളെയും കുളിപ്പിക്കും, എന്നെയും നിങ്ങളെയും കഫൻ ചെയ്യും, എന്നെയും നിങ്ങളെയും മയ്യത്ത് കട്ടിൽ കയറ്റി വെക്കും, എന്നെയും നിങ്ങളെയും ആ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് അതാ കുടുംബവും സുഹൃത്തുക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതാ ദുആ ചെയ്ത് അവരതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആരുമില്ലാത്ത പള്ളിക്കാട്ടിൽ അതാ നമ്മളെ ചെന്ന് കിടത്തുന്നത് എവിടെയാണ്? അതാ വീട് വലിയ വാർപ്പിന്റെ വീടാണ്, വലിയ സൗകര്യങ്ങളുള്ള റൂമാണ്. പക്ഷേ അവസാനം ചെന്ന് കിടക്കാനുള്ളത് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ദുനിയാവിലെ ജീവിതം അസ്തമിച്ചാൽ പിന്നീട് ശാശ്വതമായ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ആദ്യത്തെ കടമ്പയാണ് ഖബർ കേട്ടോ. ആ ഖബറിലങ്ങ് ഇറക്കി വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ആ ഖബറങ്ങ് മൂടുകല്ല് വെച്ചതാ അത് തേച്ച് അതിലേക്ക് മണ്ണിടുകയാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരിയിട്ടിട്ട് അല്ലാ അവിടുന്നതാ ഉപ്പയാണ് മരിച്ചത് എങ്കിൽ മക്കൾ അവിടുന്ന് കരയുകയാണ്, എന്നിട്ട് സലാം പറയുകയാണ്, ദുആയിരക്കുകയാണ്. അതാ ജ്യേഷ്ഠാനുജന്മാര് ദുആയിരക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും കൂട്ടുകാരും കുടുംബക്കാരും ഒരുമിച്ച് കൂടി ദുആ ചെയ്ത് ആ ഖബറിന്റെ അടുക്കൽ നിന്ന് സലാം പറഞ്ഞ് ആ ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോയാൽ അതാ ഇന്നലെ കൂടെ കഴിഞ്ഞ ഭാര്യയില്ല, ഇന്നലെ സ്നേഹത്തോടുകൂടി കൂടെ ഉണ്ടായിരുന്ന മക്കളില്ല, ഇന്നലെ ഭക്ഷണം തന്ന പിതാവില്ല, മാതാവില്ല, ഇന്നലെ കൂടെ കളിക്കാനുണ്ടായിരുന്ന, ചിരിക്കാനുണ്ടായിരുന്ന, യാത്ര ചെയ്യാനുണ്ടായിരുന്ന, വിഷയങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഒരു കൂട്ടുകാരും ആ ഖബറിലേക്ക് വരൂല, ഒരാളും ആ ഖബറിൽ കൂടെ കിടക്കൂല.
പിന്നെ ആ ഖബറിലേക്ക് വരാനുള്ളതാരാ? മലായികത്തുകളാണ്. ആ മലക്കുകൾ വന്നങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലാ അല്ലാ, ഞങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള അവസ്ഥയാ പറയുന്നത്. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന മുഅ്മിനാത്തുകളെ, ആ ഖബറാകുന്ന ആഖിറ ലോകത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റേഷന്, ആദ്യത്തെ കടമ്പ, ആ ഖബറിലെത്തിയാൽ മലക്കുകളെ ചോദ്യം ചോദിക്കുമ്പോ നീ എത്ര സ്നേഹിച്ചു നിന്റെ കൂടെ കൊണ്ടു നടത്തിയവനാണെങ്കിലും അതാ എന്റെ കൂട്ടുകാരൻ ഖബറിലാണ്, ആ കൂട്ടുകാരൻ ഇന്നാരും ആ ഖബറിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ ഖബറിൽ കൂടെ കിടക്കുമോ? എന്റെ സഹോദരന്മാരെ, ആരുടെയെങ്കിലും ഖബറിൽ നിങ്ങൾ കൂടെ കിടക്കുമോ? ഇല്ല ഇല്ല, ഒരാളും ആ ഖബറിൽ വരൂല. ആ സമയത്ത് ആ ഖബറിൽ രക്ഷയ്ക്ക് വരുന്നതാരാണ്? ഞാനും നിങ്ങളും സ്നേഹിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും സമയം മാറ്റിവെച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ആ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ടോ? അവിടുത്തെ മദ്ഹ് പാടിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ വിലാദത്ത് കൊണ്ട് മഹത്വം കിട്ടിയ റളിയുള്ളവനെ ആദരിച്ചിട്ടുണ്ടോ? എന്നാൽ ആ ഖബറിൽ ആരും തുണക്കില്ലാതെ മലായികത്തിന്റെ ചോദ്യം വരുമ്പോ ആ ഖബറിൽ രക്ഷക്ക് വരാൻ കഴിവുള്ള നേതാവ് അത് ഒന്നേ ഒരു നേതാവേ ഉള്ളൂ. അത് ഒരേ ഒരു നേതാവേ ഉള്ളൂ. അതാണ് റഹ്മത്തുല്ലിൽ അലമീൻ, റാഹത്തുല്ലിൽ ആശിഖീൻ, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതുകൊണ്ടാ പറഞ്ഞത് മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി മഹബ്ബത്ത് വെച്ചോ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, അവിടുത്തെ മൗലിദുകൾ ഓതിക്കോ, അവിടുത്തെ മദ്ഹുകൾ പാടിക്കോ, അവിടുത്തേക്ക് വേണ്ടി സമയങ്ങൾ മാറ്റിവെച്ചോ. എന്നാൽ അത് നിനക്ക് ഉപകാരമാണ്, ഖബറിൽ നിനക്ക് ഉപകാരമാണ് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിൽ ഉപകാരമാണ് എന്ന് മാത്രമല്ല, ആരുമാരുമില്ലാത്ത മഹ്ശറ ലോകം വിശാലമായ ലോകമാണല്ലോ. ആ മഹ്ശറയിൽ ശഫാഅത്ത് നൽകാൻ കഴിയുന്ന നേതാവ് ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആരുമില്ലാത്ത മഹ്ശറ, ഒരു ചാണല്ലെങ്കിൽ ഒരു മൈൽ മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ നിൽക്കുമ്പോ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ഞാനും നിങ്ങളും കഴിയുമ്പോ അവിടെ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്നത് الشفاعة هب لنا في القيامة مشفيقا واهلنا إن الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الهبطاحي والحبيب العربي. ആ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത്. പിന്നെ എന്തേ ആ ഹബീബിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ, പിന്നെ എന്തേ ആ ഹബീബിന്റെ ജന്മദിനം വരുമ്പോ മൗലിദ് ഓതിയാൽ, ആ ഹബീബിന്റെ ജന്മദിനം വരുമ്പോ ഒന്ന് സന്തോഷിച്ചാൽ, ആ ഹബീബിന്റെ മൗലിദ് വീട്ടിൽ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ നിനക്കൊരു നട്ടവുമില്ല. ദുനിയാവിൽ നീ ചെലവഴിക്കുന്ന അരമണിക്കൂർ നിന്റെ ഖബറിൽ നിനക്ക് തുണയാണ്, മഹ്ശറയിൽ നിനക്ക് ശഫാഅത്താണ്. അല്ലാഹു ഖബൂലാക്കട്ടെ.